വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഞാനിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നീറ്റിനും ജെയിനും ഏതാണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂസ് ആയ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഓൾറെഡി സെറ്റായി വെച്ചൊരു ഈ വീഡിയോ വാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ താഴെ ഇന്ത്യയിലെ ഏകദേശം എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും പറ്റിയുള്ള ഒരു PDF ഒഫീഷ്യൽ PDF താഴത്ത് കൊടുക്കാം. അതിൻ്റെ പ്രൈസ് റേഞ്ചും ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സബ്ജക്റ്റും എല്ലാ സംഭവവും അതിലുണ്ടാവും. ആൻഡ് കം ബാക്ക് ടു വീഡിയോ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് UG എക്സാമിനേഷനെ പറ്റിയാണ്. നീറ്റ് എക്സാമിനേഷൻ പറയുമ്പോൾ 23 lakhs ആൾക്കാർ ഒരു വർഷം എഴുതുന്ന എക്സാമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇതിൽ 1.2 lakh ആൾക്കാർക്ക് മാത്രമാണ് MBBS സീറ്റ് ഉറപ്പിക്കാൻ കഴിയുന്നത്. അതിൻ്റെ സക്സസ് റേറ്റ് നോക്കിയാൽ 1.2% മാത്രമാണ് ഉള്ളത്. അതായത് 16 ആൾക്കാർ നീറ്റ് എഴുതുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് MBBS സീറ്റ് കിട്ടാനുള്ള ഒരു പെർസെൻറ്റേജ് പറയുന്നത്. 720 മാർക്സിനാണ് നീറ്റ് എക്സാം വരുന്നത്. ഇതിലൊരു 640 ഒക്കെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോലെയുള്ള കേരളത്തിലെ ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇതിൽ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നീറ്റിൽ കിട്ടുന്നത് വെറും MBBS മാത്രമല്ല, BDS, BAMS, BHMS, ആയുർവേദ, അലോപ്പതി, വെറ്റിനറി, അഗ്രികൾച്ചർ പോലെയുള്ള ഒരുപാട് കോഴ്സ് നീറ്റ് എന്ന പരീക്ഷേൻ്റെ ഉള്ളിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ നീറ്റ് പരീക്ഷ പറയുമ്പോൾ ആദ്യം നീറ്റില്ലായിരുന്നു. അപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിനും ഓരോ കോഴ്സായിരുന്നു, അതിനൊക്കെ ഓരോ ഫീസായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നീറ്റ് കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ടാണ് നീറ്റിൽ ഇത്രയും കോമ്പറ്റീഷൻ വരുന്നത്. ആദ്യം തന്നെ നീറ്റിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കാം. നീറ്റിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ NRI കാറ്റഗറി വരുന്നവർക്ക് 1,700ഉം, ജനറൽ EWS, OBC, NCL കാറ്റഗറി വരുന്നവർക്ക് 1,600ഉം, SC ST കാറ്റഗറി വരുന്നവർക്ക് 1,000ഉം ആണ് നീറ്റിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് വരുന്നത്. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് നീറ്റ് എക്സാമിനേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഗവൺമെൻറ് കോളേജസിൽ JEE എഴുതി കിട്ടുന്ന കോളേജിലെ ഫീസ് 1 ഇയറിൻ്റെ ഫീസിനെക്കാട്ടും കുറച്ചുകൂടി കുറവാണ് നമ്മുടെ നീറ്റ് എഴുതി MBBSനുള്ള കോളേജിലെ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ JEEൻ്റെ കേസിൽ 60% ഓഫ് NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നീറ്റിൻ്റെ കാര്യത്തിലേക്ക് അത് വരുമ്പം അത് 85% പ്ലസ് ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ഫ്രം 11th and 12th NCERT സിലബസിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് പോയി പഠിക്കാൻ, അതായത് നീറ്റ് കിട്ടി പുറത്ത് പോയി MBBS പഠിച്ച് തിരിച്ച് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് നീറ്റ് കാരണം ഒരുക്കുന്നത്. അതുപോലെ തന്നെ കരിയർ സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഒരു കോഴ്സാണ് MBBS. അല്ലെങ്കിൽ നീറ്റ് എഴുതി കിട്ടുന്ന കോഴ്സുകൾ കൂടുതൽ സ്കോപ്പും അതുപോലെ തന്നെ കൂടുതൽ സ്റ്റെബിലിറ്റിയും ഉണ്ട്. ഇന്ത്യയിൽ 834 ആൾക്കാർക്കാണ് ഒരു ഡോക്ടർ. പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കത്തെ കണക്ക് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 1000 പേർക്ക് ഒരു ഡോക്ടർ വേണമെന്നാണ്. ആ ഒരു സംഖ്യ ഇന്ത്യ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ വളരെയധികം ഗ്രോ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഡോക്ടർമാരുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ വളരെ സാലറി കുറവായിരിക്കും. അതുപോലെ തന്നെ 10 വർഷമൊക്കെ 10 സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിയുമ്പോഴേക്കൊരു 30 വയസ്സൊക്കെ ആവുമ്പോഴേക്കായിരിക്കും അത്രയും സ്റ്റെബിലിറ്റി കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ JEE എന്ന ഒരു കോഴ്സിലേക്ക് വന്നാൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മുടെ നീറ്റിനെ പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐസർ എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട്. അതായത് സയൻറ്റിസ്റ്റ് ആവാനുള്ള എക്സാമിനേഷനാണ് ഐസറിലേക്ക് കയറാൻ. ഐസർ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സയൻറ്റിസ്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോളേജസാണ് ഐസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് JEE എന്നെ പറ്റിയാണ്. JEE എഴുതുന്നത് 13.55 lakh ആൾക്കാരാണ് ഓരോ വർഷവും JEE എക്സാമിനേഷൻ എഴുതുന്നത്. JEE മെയിൻസ് 2 സെക്ഷൻ ആയിട്ടുണ്ട്. അതായത് ഒരു വർഷം 2 പ്രാവശ്യം തന്നെ ഒരു കുട്ടിക്ക് എഴുതാൻ കഴിയും. അതാണ് JEEൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് കമ്പയർഡ് ടു നീറ്റ്. ആൻഡ് ഇതിൽ തന്നെ 2.5 lakh ആൾക്കാർക്ക് മാത്രമാണ് JEE അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. അതിൽ തന്നെ 45,000 പ്ലസ് സീറ്റാണുള്ളത്. അത് JEE മെയിൻസിലാണ് 30,000 സീറ്റ്സ്. ബാക്കി ഒരു കുറച്ച് ശതമാനം മാത്രമാണ് നമ്മുടെ IITകളിലേക്ക് കയറാൻ പറ്റിയ ഒരു പെർസെൻറ്റേജ് വരുന്നത്. പക്ഷേ കമ്പയർഡ് ടു നീറ്റ് 64% വിജയ ശതമാനമുണ്ട് JEEക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ
ഇതിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജെയ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കീമുണ്ട്, നിങ്ങൾക്ക് കീം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുസാറ്റ് ഉണ്ട്, കുസാറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് ഉണ്ട്. അതായത് പ്രൈവറ്റ് കോളേജസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ബിറ്റ്സാറ്റ്, ബിർളേൻ്റെ ബിറ്റ്സാറ്റ് ഉണ്ട്, പിന്നെ കോമഡൊക്കെ ഉണ്ട്, ഒരുപാട് അങ്ങനത്തെ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ബാക്കിയായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ MBBS സീറ്റിന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആപ്പാട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉള്ളൂ. അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നീറ്റ് ആൻഡ് പക്ഷേ ഇറ്റ് ഈസ് എൻജിനീയറിങ്ങിന് കുറച്ചുകൂടി അവിടെ ഒരു മുൻതൂക്കമുണ്ട്. അതുപോലെ തന്നെ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ 4 വർഷം കഴിഞ്ഞാൽ തന്നെ ഒരു CSE റാങ്ക്, CSE വിഷയം എടുത്ത് നിങ്ങളൊരു ഒരു അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ തന്നെ ഒരു 18 lakhs അല്ലെങ്കിൽ LPA to 30 lakh LPA കിട്ടുന്നുണ്ട്. NIT കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക്. IIT ആകുമ്പോൾ അത് കൂടും, അത് 35 lakh per annum 1 crore പാക്കേജ് lakh per annum കിട്ടുന്ന ആൾക്കാർ ഉണ്ട്. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് JEE എക്സാമിനേഷൻ. അതായത് 4 വർഷം കഴിയുമ്പോഴേക്കും തന്നെ അത്രയും സാലറി അതൊരിക്കലും നീറ്റ് അല്ലെങ്കിൽ MBBS സീറ്റിൽ അങ്ങനെ ഒരിക്കലും കിട്ടുന്നില്ല. MBBS സീറ്റിന് സ്റ്റെബിലിറ്റി ഉണ്ട്. JEEൻ്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയുകയാണെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അതിന് മറ്റേൻ്റെ അത്ര ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഡോക്ടർ എന്ന് പറഞ്ഞത് സാങ്കേതിക വിദ്യക്ക് പോലും അങ്ങനെ മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ ഒരു കുടുംബക്കാരനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ലല്ലോ, ദാറ്റ് തിങ്. പക്ഷേ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങി പുതിയ പ്രോഗ്രാം ഉണ്ടാക്കി അത് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ചെയ്തോളാൻ പറയും. അതാണ് ഡിഫറൻസ് പറയുന്നത്. അപ്പം സ്കോപ്പ് ഏറ്റവും കൂടുതൽ ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ ഒരു 2 ഫീൽഡിലും വളരെയധികം സ്കോപ്പ് ഉണ്ട്. ഒരിക്കലും വന്നുകൊണ്ട് എൻജിനീയറിങ് ഫുള്ളായിട്ട് നശിക്കുകയോ അങ്ങനെയൊന്നുമില്ല. സോ കമ്പയർ ടു ദാറ്റ് JEE ഈസ് മോർ ലൈക്ക് ടെക്നിക്കൽ അനലിറ്റിക്കൽ നോളജിൽ ആണ് JEE എന്ന് പറഞ്ഞാൽ. മറ്റേത് കുറച്ചുകൂടി ഒരു കാണാപ്പാടം മെത്തേഡ് എന്ന് പറയാം. അതായത് കുറച്ച് മെമ്മറി വേണം, മെമ്മറി ബേസ്ഡ് തിങ് ആണെങ്കിൽ മറ്റേത് അനലിറ്റിക്കൽ ബേസ്ഡ് തിങ് ആണ്. നിങ്ങൾക്ക് മാത്സ് ആണ് കൂടുതൽ ചെയ്യാൻ പറ്റുകയാണ് നിങ്ങൾ കൂടുതൽ JEE പ്രിഫർ ചെയ്യുക. മറ്റേ ബയോളജി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി അത്രയും മെമ്മറി പവറുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുക നീറ്റാണ്. ആൻഡ് ഓവറോൾ ഫൈനൽ ഡിസിഷൻ ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. ഇനി ബാക്കി ഇന്ത്യയിൽ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. UET ഉണ്ട്, NAT ഉണ്ട്, മാനേജ്മെൻറ്റ് രംഗത്തേക്ക് IPMAT ഉണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈ പേയിങ് ജോബ് കിട്ടുന്നവർക്ക് IPMAT കൂടിയാണ്. എൻജിനീയറിംഗിനേക്കാൾ കൂടുതൽ പിന്നെ NDA ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമിനേഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുവരെ കാണുന്നവരെ പീസ് ഔട്ട്.